എല്ലാവർക്കും നമസ്കാരം. പാട്ടും ഊത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്കിനി ഭാവിയിലൊന്നും ഈ മാസ്ക് എന്ന സാധനം അങ്ങനെ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പം ഉപയോഗിക്കേണ്ട അവസ്ഥയാണുള്ളത്. അത് പെട്ടെന്ന് അങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും പ്രോപ്പറായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സർജിക്കൽ മാസ്കും അതുപോലെ ഇപ്പം സാധാരണ ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ, 3 പ്ലീറ്റുള്ള ഈ സർജിക്കൽ മാസ്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റ് തിയേറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന പല ടൈപ്പിലുള്ള മാസ്കുകളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ നമ്മളെ ആളുകളൊക്കെ ഈ പകർച്ചവ്യാധി നിയന്ത്രണത്തിനും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും പ്രോപ്പറായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നാണ് പറയാം. അപ്പോൾ ഇത് 3 പ്ലേ ആണ്, 3 ലെയറുള്ള സർജിക്കൽ മാസ്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റുകൾ ശ്രദ്ധിച്ചാൽ ഇതാണ് പ്ലീറ്റുകൾ താഴോട്ടുമുണ്ട്, ഈ ഭാഗത്താണെങ്കിൽ മേലോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു പാഡുണ്ട്, നോസ് പാഡ്. അപ്പം മൂക്കിൽ വെക്കാനുള്ള നോസ് പാഡും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പിന്നെ അതിൻ്റെ പിടിപ്പിക്കാനുള്ള വള്ളി, ചെവിയിൽ വെക്കാനുള്ള വള്ളി. അപ്പോൾ ഈ പ്ലീറ്റുകൾ എപ്പോഴും താഴോട്ടാണ് നിൽക്കേണ്ടത്. ചില ആൾക്കാർ ഇത് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കാലോ ആണെങ്കിൽ. അപ്പോൾ അതിങ്ങനെയല്ല വെക്കേണ്ടത്. അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പ്ലീറ്റുകൾ താഴോട്ടാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെങ്കിലും ഡ്രോപ്ലെറ്റുകളോ മറ്റ് ഇൻഫെക്ഷനുകൾ സാധനങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിൽക്കാനാണ്. തിരിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് പുറത്തേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പാണല്ലോ, അപ്പോൾ അങ്ങനെ പോകും. എന്നിട്ട് അതിൻ്റെ ഈ ഉൾഭാഗത്തൊന്നും നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല. വളരെ പ്രോപ്പറായിട്ട് കൈ കഴുകിയതിന് ശേഷം ഇത് നമ്മൾ മൂക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വള്ളി കയറ്റുക, മൂക്കിൻ്റെ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പ്ലീറ്റുകൾ താഴത്തേക്ക് നീട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർ യൂസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ ചെയ്യുന്നതാണ് ഇങ്ങനെ, ഈ മൂക്ക് ഇങ്ങനെ ചൊറിയുക, ഇത് വെച്ചിട്ട് മൂക്ക് ചൊറിയുക, അതിനുള്ളിൽ കൂടെ വിരലിട്ട് ഓരോന്ന് തോണ്ടുക, ചൊറിയുക. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ പുറം ഭാഗം മൊത്തം ഇൻഫെക്റ്റഡ് ആണ് എന്ന രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ പുറത്തൊക്കെ വൈറസുകളും ബാക്ടീരിയകളും അതായത് പാത്തോജൻസ് ഉണ്ട് എന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ വേണം അതിനെ സമീപിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ മാത്രമേ തൊടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് ശരിക്കും ഒരു 5 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ മാറ്റണം. ചില ആൾക്കാർ ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നത്, ഒരിക്കലും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യണം. ഒരു വർഷം ഉപയോഗിച്ചാൽ പിന്നെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെ എടുത്തിട്ട് നേരെ മറിക്കുക, ഇങ്ങനെ മറിക്കുക. അപ്പോൾ ഉൾഭാഗം പുറംഭാഗം നമ്മൾ കൈകൊണ്ട് തൊടുകയോ ചെയ്യരുത്. ഇങ്ങനെ ആക്കിയിട്ട് നടുക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ വള്ളി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇത് രണ്ടും ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ എവിടെ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പാത്രം എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അടച്ച് സൂക്ഷിക്കുന്നത് വേണം. അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു സഞ്ചിയോ എന്തെങ്കിലും കെട്ടിത്തൂക്കുക, ആ സഞ്ചിയിലേക്ക് നിക്ഷേപിക്കുക. സഞ്ചി നിറയുമ്പം മറ്റേ കൈയുറയോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ച് കളയുക. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ചവറിൻ്റെ കൂട്ടത്തിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വരും ചവറെടുക്കാൻ വേണ്ടി, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കരുത്. പാവങ്ങൾ അതൊക്കെ ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടാവും. കാരണം അതിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും അതിലിടാൻ പാടില്ല. അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയാൻ തന്നെ വേണം കേട്ടോ. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ കൈ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ പുറത്തേക്കൊന്നും മടക്കാൻ പാടില്ല. പോക്കറ്റിലിട്ടിട്ട് ഉള്ളിൽ അങ്ങനെ ഇടയ്ക്ക് ചിലവരൊക്കെ പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ ഉപയോഗിച്ചൊരു മാസ്കാണ്, കുറച്ച് സമയം വീണ്ടും ഉപയോഗിക്കണം, കുറച്ച് സമയം ഒന്ന് മുഖം കഴുകണം, അങ്ങനെയൊക്കെയുള്ള അവസാനിച്ച ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ വേറെ കയ്യിൽ കരുതിയിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിലിട്ട് നമ്മളെ പോക്കറ്റിലിട്ടെങ്കിൽ ഇടുക. എന്നിട്ട് വീണ്ടും മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അതിന് ആ നൂല് പിടിച്ച് അതിൻ്റെ വള്ളി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് നമ്മളെ കയറ്, അത് മാത്രം പിടിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഉള്ളിലും പുറത്തൊന്നും തൊടാതെ നമ്മളതിൻ്റെ വക്ക് മാത്രം പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കി അത് ഉള്ളിലേക്ക് ഫേസിലേക്ക് വെക്കുക. അപ്പോൾ N95 മാസ്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് കുറച്ചും കൂടി കൂടിയ ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല തിയേറ്ററിലൊക്കെ പോകുമ്പോഴോ ഒക്കെ മതി. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ N95 ഒക്കെ ഉപയോഗിച്ചിരുന്നു. അത് വീണ്ടും ഉപയോഗിക്കാം. കുറച്ച്
കാലം കൂടി ഉപയോഗിക്കാം. പക്ഷേ നല്ല വിലയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ സിംഗിൾ യൂസ്, ഇതാണ് നമുക്ക് ഇപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ തടയാനും അതുപോലെ തന്നെ മറ്റ് പാത്തോജൻസിന്, രോഗകാരികളായ രോഗാണുക്കളെ തടയുന്നതിനും ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള മാസ്ക് തന്നെയാണ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. 3 രൂപയൊക്കെ വിലയുള്ളൂ. അപ്പോൾ ഒന്നിച്ച് വാങ്ങി വെച്ച് അത് നല്ല പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് രണ്ടും പ്രധാനപ്പെട്ട തന്നെയാണ്. ചില ആളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ സൈഡിൽ എവിടെയെങ്കിലും ഇടും, അല്ലെങ്കിൽ കാറിൽ പോകുന്ന ആൾക്കാർ പുറത്തേക്ക് വലിച്ചെറിയും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മറ്റുള്ള ആളുകൾക്ക് അത് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനം നമ്മൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, പ്രത്യേകിച്ച് ഒരു കവറൊക്കെ വണ്ടിയിൽ കരുതുക, അതിലേക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കത്തിച്ച് കളയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യണം കേട്ടോ. നമുക്ക് അമേബിക്, ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരത്തിനെ കുറിച്ച് ഞാൻ വേറൊരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ യൂസേജ്, ഇപ്പോൾ മാസ്ക് നമുക്ക് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും അറിയായിരുന്നു, മാസ്ക്, സാനിറ്റൈസർ, അതായത് 3 സാധനങ്ങളാണല്ലോ. പിന്നെ എന്താണ് പറയുക, SMS എന്ന് വെച്ചാൽ നമ്മളെ മെസ്സേജൊക്കെ അയക്കുന്ന SMS ആണ്. സാനിറ്റൈസർ, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്, ഈ 3 സാധനങ്ങൾ. അപ്പോൾ ഇത് എല്ലാത്തിനും ഈ ഭാവിയിലൊക്കെ ഇനി കാലാവസ്ഥ വ്യതിയാനം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വീണ്ടും വരാൻ പോകുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു സാനിറ്ററി യൂസ് അല്ലെങ്കിൽ ഹെൽത്തി യൂസ് ഓഫ് മാസ്ക്, ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ പരമാവധി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.